അമേരിക്കയുടെ അത്യാധുനിക അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണതിനെ തുടർന്ന് പശ്ചിമേഷ്യ വീണ്ടും കനത്ത യുദ്ധ സാധ്യതയിലേക്ക് നീങ്ങുന്നു. സംഭവം വെറും അപകടമല്ലെന്നും ഇറാൻ സൈന്യം നടത്തിയ ആക്രമണമാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ മാസങ്ങളായി നിലനിന്നിരുന്ന ദുർബലമായ വെടിനിർത്തൽ കരാർ ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങൾക്ക് തിരികൊളുത്തിയ നിർണായക സംഭവമായിരുന്നു ഹോർമുസ് കടലിടുക്കിൽ വെച്ചുണ്ടായ അപ്രതീക്ഷിത ആക്രമണം. പതിവ് നിരീക്ഷണ പെട്രോളിംഗിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിന് മുകളിലൂടെ പറക്കുകയായിരുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ അത്യാധുനിക അപ്പാച്ചെ ഹെലികോപ്റ്റർ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ അപ്രതീക്ഷിത നീക്കത്തിൽ തകർന്നു വീണത് മേഖലയിൽ വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു. ഇറാൻ വിന്യസിച്ച ഷാഹിദ് 136 എന്ന ആക്രമണ ഡ്രോൺ അമേരിക്കൻ ഹെലികോപ്റ്ററിൽ ഇടിച്ചാണ് ഈ ദാരുണമായ അപകടം സംഭവിച്ചതെന്ന് US പ്രതിരോധ വകുപ്പിന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. ഹെലികോപ്റ്റർ തകർന്ന് കടലിലേക്ക് പതിച്ചുവെങ്കിലും അതിലുണ്ടായിരുന്ന 2 പൈലറ്റുമാർ അത്ഭുതകരമാം വിധം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. തകർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ അമേരിക്കൻ നാവികസേന അടിയന്തരമായി വിന്യസിച്ച ഒരു ഡ്രോൺ ബോട്ട് ഉപയോഗിച്ചാണ് ഇരുവരെയും സുരക്ഷിതമായി കരയിലേക്ക് എത്തിക്കാനായത്. പൈലറ്റുമാർ ജീവനോടെ രക്ഷപ്പെട്ടു എന്നത് ആശ്വാസകരമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതെന്ന് വിശ്വസിക്കപ്പെടുന്ന അമേരിക്കൻ സൈനിക സംവിധാനത്തിന് നേരെ നടന്ന ഈ ആക്രമണം വലിയൊരു വെല്ലുവിളിയായിട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ വിള്ളലുണ്ടായെന്നും സാങ്കേതികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന സൈനിക സംവിധാനങ്ങളെ പോലും ഇത്തരം ഡ്രോൺ ആക്രമണങ്ങൾ വഴി നിഷ്പ്രയാസം തകർക്കാൻ കഴിയുമെന്നും തെളിയിക്കപ്പെട്ട ഈ സംഭവം US സൈനിക അഭിമാനത്തിനേറ്റ വലിയൊരു തിരിച്ചടിയായിട്ടാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. അമേരിക്കൻ ഹെലികോപ്റ്റർ തകർക്കപ്പെട്ട സംഭവത്തിന് തൊട്ടു പിന്നാലെ അതേ ഗൗരവത്തോടെയും ശക്തമായ ഭാഷയിലുമാണ് അമേരിക്കൻ ഭരണകൂടം പ്രതികരിച്ചത്. ഇറാനിയൻ സൈന്യത്തിന്റെ ഈ അപ്രതീക്ഷിത പ്രകോപനത്തിന് അർഹമായ മറുപടി നൽകാൻ തീരുമാനിച്ച US സെൻട്രൽ കമാൻഡ് വളരെ ആസൂത്രിതമായ ഒരു സൈനിക നീക്കത്തിന് അടിയന്തരമായി തുടക്കം കുറിച്ചു. ഓപ്പറേഷൻ പ്രൊപ്പോർഷണൽ റെസ്പോൺസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നടപടിയുടെ ഭാഗമായി ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ അമേരിക്കൻ വ്യോമസേന ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു. ഇറാനിലെ തെക്കൻ തീരപ്രദേശങ്ങളായ ബന്ദർ അബ്ബാസ്, തന്ത്രപ്രധാനമായ ഖുവേഷം ദ്വീപ്, സിരിക് തുടങ്ങിയ മേഖലകളിലെ സൈനിക കേന്ദ്രങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത്. ഇറാന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾ, ഡ്രോണുകളെ മറ്റും നിയന്ത്രിക്കുന്ന ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾ എന്നിവ അമേരിക്കയുടെ കൃത്യതയാർന്ന വ്യോമാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി. ഇറാന്റെ സൈനിക കരുത്തിനെ ആസൂത്രിതമായി ദുർബലപ്പെടുത്തുക എന്നതും ഭാവിയിൽ ഇത്തരം പ്രകോപനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശത്രു രാജ്യത്തിന് വ്യക്തമായ താക്കീത് നൽകുക എന്നതുമാണ് ഈ ആക്രമണത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിട്ടതെന്ന് പെന്റഗൺ വൃത്തങ്ങൾ ഔദ്യോഗികമായി വ്യക്തമാക്കി. ഈ സൈനിക നടപടി കേവലം ഒരു പ്രതികാരമായിട്ടല്ല, മറിച്ച് തങ്ങളുടെ സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര കടൽപാതകളിലെ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അനിവാര്യമായ ഒരു നടപടിയായിട്ടാണ് അമേരിക്ക ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയുടെ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അതീവ ഗൗരവകരവും പ്രകോപനകരവുമായ ഒരു മുന്നറിയിപ്പാണ് ലോകത്തിന് നൽകിയത്. അമേരിക്കൻ സൈന്യത്തിന്റെ അപ്രതീക്ഷിത ആക്രമണം ഇറാനിയൻ ഭരണകൂടത്തെ കൂടുതൽ കടുപ്പമേറിയ നിലപാടുകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സൈനികർക്ക് സ്വന്തം സുരക്ഷയാണ് വലുതെങ്കിൽ എത്രയും വേഗം പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ പിൻവലിച്ച് പുറത്തു പോകുക എന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങൾ വഴി വളരെ വ്യക്തമായി ആവർത്തിച്ചു പറഞ്ഞു. വെറും ഒരു ഭീഷണി എന്നതിലുപരി പേർഷ്യൻ ഗൾഫിന്റെ ചരിത്രപരമായ അനുഭവങ്ങളെ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ മുന്നറിയിപ്പ് നൽകിയത്. പേർഷ്യൻ ഗൾഫ് മേഖല ഒരിക്കലും അധിനിവേശ ശക്തികൾക്ക് സുഖകരമായ ഇടമായിരുന്നില്ലെന്നും അത്തരത്തിൽ കടന്നുകയറാൻ ശ്രമിച്ചവർക്ക് ചരിത്രത്തിലുടനീളം കനത്ത തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അമേരിക്കയുടെ ഈ സൈനിക നടപടി അനാവശ്യമാണെന്ന് വിശേഷിപ്പിച്ച അരാഗ്ചി ഏതു തരത്തിലുള്ള ആക്രമണങ്ങളെയും പ്രതിരോധിക്കാനും അതിന് തക്കതായ മറുപടി നൽകാനും ഇറാനിയൻ സായുധ സേന പൂർണ്ണ സജ്ജമാണെന്ന് ആത്മവിശ്വാസത്തോടെ വ്യക്തമാക്കി. യുദ്ധക്കളത്തിൽ അമേരിക്ക പരാജയപ്പെടുന്നുവെന്നും ഇപ്പോൾ ഇറാന്റെ നിശ്ചയദാർഢ്യത്തെ പരീക്ഷിക്കാനാണ് അവർ മുതിരുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു. മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥ മാറ്റാൻ ശ്രമിക്കുന്ന ഏതൊരു നീക്കത്തിനും മറുപടി നൽകുമെന്ന് ആവർത്തിച്ചുകൊണ്ട് പേർഷ്യൻ ഗൾഫിലെ തങ്ങളുടെ പരമാധികാരത്തിന് നേരെ വരുന്ന ഏത് ഭീഷണിയെയും നേരിടാൻ രാജ്യം ഒരുക്കമാണെന്ന അടിയുറച്ച നിലപാടാണ് ഇതോടെ അദ്ദേഹം ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ബുധനാഴ്ച പുലർച്ചെയോടെ വിശാലമായി തിരിച്ചടിക്ക് തുടക്കമിട്ടു. ബഹ്റൈനിലെ US 5th ഫ്ലീറ്റ് ആസ്ഥാനം, കുവൈത്തിലെ അലി അൽ സേലം എയർബേസ് എന്നിവ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. കൂടാതെ ജോർദാനിലെ US താവളങ്ങൾക്ക് നേരെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കുവൈത്തിലും ബഹ്റൈനിലും സൈനിക സൈറണുകൾ മുഴങ്ങുകയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാവുകയും ചെയ്തു.
ചെയ്തു. ഏപ്രിലിൽ രൂപീകരിച്ച വെടിനിർത്തൽ കരാർ പൂർണ്ണമായും അപ്രസക്തമായിരിക്കുകയാണ്. യുദ്ധം തുടങ്ങിയിട്ട് 100 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സുപ്രധാന പാതയായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും കടുത്ത പ്രതിസന്ധിയിലായി. മേഖലയിൽ യുദ്ധം വ്യാപിപ്പിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ, പ്രത്യേകിച്ച് ഇന്ധനവിലയെ സാരമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. നിലവിലെ സാഹചര്യത്തിൽ കാര്യങ്ങൾ ശാന്തമാകാനുള്ള യാതൊരു ലക്ഷണവുമില്ല. ഇറാൻ തന്റെ അയൽരാജ്യങ്ങളോട് അമേരിക്കയെ തങ്ങളുടെ മണ്ണിൽ നിന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുവശത്ത് അമേരിക്കൻ സൈനികർക്കെതിരായ ആക്രമണങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ലെന്ന് പ്രസിഡന്റ് ട്രംപും ഉറപ്പിച്ചു പറയുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ മധ്യപൂർവേഷ്യയെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്.